ഇപ്പോൾ കോട്ടയം എം പി ശ്രീ ഫ്രാൻസിസ് ജോർജ് ചേരുന്നുണ്ട്. ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഇത്തവണ ഓഗസ്റ്റ് മാസം 1-ാം തീയതി തന്നെ നമ്മൾ കേൾക്കുന്നത് ഒരു ദുരന്ത വാർത്തയാണ്. നമുക്കറിയാം 2018 ഓഗസ്റ്റ് മാസത്തിലാണ്, ഓഗസ്റ്റ് 8-ാം തീയതിയാണ് ആദ്യമായി കേരളം ഒരു മഹാപ്രളയത്തെ നേരിടുന്നത്. പിന്നീട് അതിനെ നമ്മൾ അതിജീവിച്ചു. പക്ഷേ വീണ്ടും ഒരു മഴ വരുമ്പോൾ തന്നെ വലിയ ആശങ്കയാണ് മലയാളികളുടെ മനസ്സിൽ. സർക്കാർ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതിനെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, കാരണം കൃത്യമായൊരു മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വിശദമായ പരിശോധനകൾ, ചർച്ചകളൊക്കെ നടക്കേണ്ടതാണ്. പക്ഷെ എന്തായാലും കോട്ടയത്താണ്, അങ്ങ് പ്രതിനിധാനം ചെയ്യുന്ന ജില്ലയിലാണ് ഏറ്റവും അധികം ഒരു നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ അവിടുത്തെ സ്ഥിതി എങ്ങനെയാണ്? ഞാനൊന്ന് മനസ്സിലാക്കുന്നതനുസരിച്ച് അങ്ങ് രാവിലെ മുതൽ ഈ കോട്ടയം ജില്ലയിലെ വിവിധ ഈ ദുരന്തബാധിത പ്രദേശങ്ങളിൽ അങ്ങ് നേരിട്ട് പോയിരുന്നു. അവിടുത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ്? ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടോ? പ്രത്യേകിച്ച് ഈ മഴ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ വേണ്ട രീതിയിലുള്ള ഒരു മുന്നൊരുക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഞാനിപ്പം പാലായിലും ഏറ്റവും കൂടുതൽ ഇപ്പം രണ്ടുപേരും മരണപ്പെട്ട സാഹചര്യത്തിൽ ഞാൻ അവിടെ പാലായിൽ പോയിരുന്നു, താലൂക്ക് ആശുപത്രി പോയിരുന്നു. മൃതദേഹങ്ങൾ കാണുകയും അവരുടെ ബന്ധുക്കളെ സന്ദർശിക്കുകയും അതുപോലെ തന്നെ ക്യാമ്പുകളിൽ പോവുകയൊക്കെ ചെയ്തിരുന്നു. മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ സർക്കാർ നടത്തിയിട്ടുണ്ട്. കളക്ടറുമായി ബന്ധപ്പെട്ടിരുന്നു. എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നുണ്ട്. കൃത്യമായി എല്ലാം ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. കളക്ടർ നിരന്തരമായി എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അദ്ദേഹവും ഓരോ മേഖലകളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ജനപ്രതിനിധികൾ എല്ലാവരും ഉണ്ട്. രാവിലെ ബഹുമാനപ്പെട്ട മന്ത്രി, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ശ്രീ മോൻസ് ജോസഫ്, അദ്ദേഹം പാലായിൽ എത്തിയിരുന്നു. അപ്പൊ അവിടെ എല്ലാം വലിയ ഒരു പ്രതിസന്ധിയാണ്. കാരണം അതിതീവ്രമായിട്ടുള്ള മഴ അങ്ങനെ തോരാതെ തുടരുന്നു. വെള്ളം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്നും നാളെയും ഇതാണ്, ഇന്ന് രാത്രിയും അതുപോലെ നാളെ പകലും ഒക്കെ ഇതാണ് സ്ഥിതിയെങ്കിൽ എങ്ങനെ അതിനെ നേരിടണം എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ചിന്തകളാണ് ഇപ്പൊ പൊതുവായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്താണെങ്കിലും നമ്മളിതിനെ ഫേസ് ചെയ്തേ പറ്റൂ. ഇപ്പോൾ തീവ്രമായ മഴ എന്നുള്ളത് കേരളത്തിന് ആദ്യമായിട്ടല്ല. നമുക്കറിയാമല്ലോ, ഇപ്പൊ 2018 മുതൽ ഇങ്ങോട്ട് എടുത്താൽ നമ്മൾ നിരന്തരം എല്ലാ വർഷവും തന്നെ നേരിടേണ്ടി വരുന്ന ഒരു പ്രതിഭാസമായി ഇത് മാറിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മുന്നൊരുക്കങ്ങൾ എന്ന് പറയുന്നത് മഴക്കാലത്തിന് മാസങ്ങൾക്ക് മുൻപേ നമ്മൾ ആരംഭിക്കേണ്ടതാണ്. ഒരു കാരണവശാൽ ഈ കാര്യത്തിലൊന്നും ഒരു അലംഭാവം പാടില്ല എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കാരണം മഴയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു പ്രവചനം ഒന്നും സാധ്യമായ രീതിയിലല്ല. പ്രവചനാതീതമാണ് മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാഹചര്യങ്ങളുമെല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മുൻകരുതലോടുകൂടി മഴക്കാലത്ത് മൺസൂൺ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ മുൻകരുതലോടുകൂടി സാധ്യമായ എല്ലാ കാര്യങ്ങളും മുൻകരുതലുകളും എടുത്ത് തയ്യാറായിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ എല്ലാവരുടെയും അങ്ങ് സൂചിപ്പിച്ചു, ഒരു പ്രവചനാതീതമാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. നമുക്കറിയാം, ഇപ്പോൾ സാധാരണഗതിയിൽ ജൂൺ ജൂലൈ മാസങ്ങൾ കാലവർഷം വളരെ ശക്തമായി ജൂണിൽ തന്നെ തുടങ്ങാറുള്ളതാണ്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ 2 മാസങ്ങളിൽ മഴ വേണ്ട രീതിയിൽ ഉണ്ടായില്ല. അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിച്ചതാണ്. പക്ഷേ ഇപ്പോൾ തുടർച്ചയായി എല്ലാ വർഷങ്ങളും ഈ ഓഗസ്റ്റ് മാസത്തിലാണ് മഴ പെയ്യുന്നത്. അതും നമുക്ക് താങ്ങാൻ കഴിയുന്നതിലപ്പുറം വലിയ മഴ. ഇവിടെ എന്തുകൊണ്ടാണ് അത്തരം ഒരു മുന്നൊരുക്കങ്ങളിൽ ഒരു വേണ്ട രീതിയിൽ ഒരു മുന്നൊരുക്കങ്ങൾ അത് ക്രമീകരിക്കുന്നതിലൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, അത് മുൻ സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് അടക്കം ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? അല്ല, ഈ പ്രാവശ്യം പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ മഴക്കാലക്കെടുതികൾ, മഴക്കാലത്തുണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ നേരിടാനായിട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരുക്കങ്ങൾ ആരംഭിക്കുകയും യോഗങ്ങൾ ചേരുകയും എല്ലാ ജില്ലകളിലേക്കും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഓരോ ജില്ലയ്ക്കും ഓരോ മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ നടത്തുകയും ഒക്കെ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഇപ്പോൾ പെട്ടെന്നുണ്ടായിട്ടുള്ള ഈ സാഹചര്യത്തെ നേരിടാനുള്ള ഒരുക്കങ്ങളുണ്ട്. ഇപ്പൊ ക്യാമ്പുകൾ തുറക്കാനായിട്ട് സ്കൂളുകളിലും അതുപോലെ തന്നെ ഏറ്റവും തൊട്ടടുത്ത സ്ഥലങ്ങളിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള നടപടികളൊക്കെ ആയിക്കഴിഞ്ഞ് ഞാനിന്ന് നേരിട്ട് ക്യാമ്പിൽ പോയിരുന്നു. അപ്പൊ അവിടെ ഭക്ഷണം എത്തിക്കാനും ആളുകൾക്ക് സൗകര്യങ്ങൾ ഒരുക്കാനുമുള്ള എല്ലാ നടപടികളുമായിട്ടുണ്ട്. താഴെ തലത്തിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചിരുന്നു. അവരും പറഞ്ഞു എല്ലാവരും ഞങ്ങൾ സജ്ജമാണ്, പോലീസ് സജ്ജമായിട്ട് നിൽക്കുന്നു. പിന്നെ അപകടങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്താണ് ഉണ്ടാകുന്നത്. എങ്കിലും അതിനെ നമ്മൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ അപകട സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപകട സാധ്യത തോന്നുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കും. ആളുകൾ പക്ഷെ മടിക്കുന്നു എന്നാണ് എന്നോട് കളക്ടർ പറഞ്ഞത്. മാറി പോകാൻ പറയുമ്പോൾ, വീട് വിട്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്ന് പറയുമ്പോൾ പൊതുവെ ആളുകൾക്ക് നമ്മുടെ ഇവിടെ ഒരു മടിയാണ്. കാരണം അവർക്ക് ഇപ്പൊ ഈ എല്ലാം ഉപേക്ഷിച്ച് വളർത്തുമൃഗങ്ങൾ ഉണ്ടാകും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ
ഉപേക്ഷിച്ച് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. പക്ഷെ എങ്കിലും അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അപകട സാധ്യതയുള്ള സ്ഥലത്ത് നിന്ന് കർശനമായി തന്നെ ആളുകളെ ഒഴിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് സർക്കാരിന്റെ മുന്നിലുള്ള ഏക പോംവഴി എന്ന് പറയുന്നത്. കാരണം ഈ കാര്യത്തിലൊന്നും നമ്മളൊരു ചാൻസ് എടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത് എന്നാണ് എന്നോട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ പറഞ്ഞത്. അപ്പൊ നടപടികൾ ക്രമങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പോകുന്നു എന്നാണ് ഇതുവരെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും പിഴവുകളും കുറവുകളും ഉണ്ടെങ്കിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ കാര്യങ്ങൾ ഉന്നയിക്കുന്നു. നമ്മൾ ഫ്രാൻസിസ് ജോർജ്, കോട്ടയം ജില്ലയിൽ ഏറ്റവും അധികം ദുരിതം നേരിട്ടത് ഏതൊക്കെ പ്രദേശങ്ങളാണ്? നമുക്കറിയാം സാധാരണ മലയോര മേഖലകളിലാണ് തുടക്കത്തിൽ ഇതിന്റെ കെടുതികൾ ഉണ്ടാകാറുള്ളത്. പിന്നീട് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറ് മേഖലകളിലേക്ക്, ആലപ്പുഴ ജില്ലകളിലേക്കൊക്കെ അതിന്റെ ഭവിഷ്യത്തുകൾ, അതിന്റെ ദുരന്തങ്ങൾ സംഭവിക്കാറുണ്ട്. ഇതിനെ നാളെ ഇത്രയും തീവ്രമായ മഴ ഉണ്ടാകില്ലെന്ന് തന്നെയാണോ മുന്നറിയിപ്പുള്ളത്? നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ടൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ? അല്ല, മുന്നറിയിപ്പ് തീർച്ചയായിട്ടും ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ജില്ലാ അധികാരികൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്കിപ്പോ ആദ്യ അപകടം ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാമല്ലോ, ഈരാറ്റുപേട്ട അടുത്ത് പൂഞ്ഞാറില് ആണ് ആ അപകടം ഉണ്ടായിട്ടുള്ളത്. ഒരു അമ്മയും മകനുമാണ് മരണപ്പെട്ടത്. അവരുടെ ഒരു സഹോദരി, മൂത്ത സഹോദരിയുടെ കൂടെ ദൂരെയായിരുന്നു. അച്ഛൻ തൊട്ടടുത്ത് ഒരു വീട്ടിൽ സന്ധ്യയ്ക്ക് അവിടെ പോയാണ്, അവിടെ ഒറ്റയ്ക്കുള്ള ആൾക്കൊപ്പം കൂട്ടുകിടക്കാൻ പോകാറുണ്ട്. അദ്ദേഹം അവിടെ പോയിരുന്നു. ഈ അമ്മയും മകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അവർ രണ്ടുപേരും മരണപ്പെട്ടു. അതില് അങ്ങനെ ഒരു വിവരമാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. മറ്റു അപകട സാഹചര്യങ്ങളൊന്നും തന്നെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വാർത്തകളൊന്നും തന്നെ കോട്ടയം ജില്ലയിൽ വന്നിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർഭാഗ്യകരമാണ് അങ്ങനെ ഒരു അപകടം ഉണ്ടായി. ഇനിയിപ്പോ അതിന്റെ അനന്തര നടപടികൾ നോക്കുക എന്നുള്ളതാണ്. പക്ഷെ അപകട സാധ്യത മുൻകൂട്ടി കാണാൻ കഴിയുന്ന മേഖലയിൽ നിന്നെല്ലാം ജനങ്ങളെ മാറ്റി പാർപ്പിച്ചുകൊണ്ട് മാത്രമാണ് നമുക്കൊരു സുരക്ഷ ഒരുക്കാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള നടപടികൾ കൃത്യമായി സ്വീകരിക്കണം എന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങയിലേക്ക് എത്താം. ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, നമ്മൾ നേരത്തെ സംസാരിച്ചതും ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് MP സൂചിപ്പിച്ചതുമായ കാര്യങ്ങൾ, അതായത് കൃത്യമായ മുന്നറിയിപ്പുകൾ ഉണ്ട്. ഇവിടെ ജനങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഈ ജനങ്ങൾ തന്നെ ഒരുപക്ഷെ മാറി താമസിക്കാൻ ജില്ലാ ഭരണകൂടവും അധികാരികളും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ അത് പാലിക്കാൻ പലപ്പോഴും ആളുകൾ തയ്യാറാകുന്നില്ല. കാരണം ഇത്രയധികം, കാരണം അവരുടെ ജീവൻ മാത്രമല്ല, ഒരുപക്ഷെ ഈ മലയോര മേഖലയിലുള്ളവർ കർഷകരാണ്, നിരവധി വളർത്തുമൃഗങ്ങളൊക്കെ ഉള്ളവരാണ്. അതിലേക്ക് ഉപേക്ഷിച്ച് എങ്ങനെ ഈ ക്യാമ്പുകളിലേക്ക് മാറും എന്ന പല രീതിയിലുള്ള ആശങ്കകളും ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും ആളുകളിങ്ങനെ ഈ ഭരണകൂടങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ അവരെ പിന്നോട്ട് വലിക്കുന്നത്. പക്ഷേ ഈ നിർദ്ദേശങ്ങൾ പാലിക്കാത്തത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നതും. അതോടൊപ്പം നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ ഒരു നൽകുന്ന മുന്നറിയിപ്പുകൾ അത് കൃത്യമായി തന്നെയാണോ നൽകുന്നത്? മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു ഓറഞ്ച് അലേർട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ ഇത് തീവ്രമായ മഴ, ഇത്രയധികം ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലോ ഇത്രയധികം ദുരന്തങ്ങളോ ഉണ്ടാകുമെന്ന് എന്തുകൊണ്ടാണ് നമുക്കത് തിരിച്ചറിയാൻ, മുൻകൂട്ടി തിരിച്ചറിയാൻ, മനസ്സിലാക്കാൻ കഴിയാത്തത്? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.